ഈ കുഞ്ഞുമക്കൾ വിശുദ്ധരുടെ വേഷഭൂഷാദികളോടെ ഒരുങ്ങിയിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും ഉള്ള ഒരു സ്നേഹ സന്ദേശമാണിത്. നമ്മൾ ഇനി ഈ കുഞ്ഞുമക്കളെ ഒന്ന് പരിചയപ്പെടുകയാണ്. നമുക്കറിയാം, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോ, ബാലനായ ഈശോയെ നമ്മൾ ഈ സമയം ആദ്യമായി ഒന്ന് കാണുകയാണ്. ബാലനായ ഈശോ ഇതാ കരങ്ങളുയർത്തി ആ ബാലനായ ഈശോ ഇതാ നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. സ്നേഹത്തോടെ ബാലനായ ഈശോ. അതെ, ഇനി ബാലനായ ഈശോയെ വളർത്തിയ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ പരിശുദ്ധ അമ്മ മേരി, അമ്മയെ പരിചയപ്പെടാം. കരങ്ങൾ ഉയർത്തി വീശി അമ്മ നമുക്ക് ജപമാല രാജ്ഞിയായ അമ്മയുടെ ആ സ്നേഹ വാത്സല്യം അനുഭവിക്കാം. ഇനിയുമുണ്ട് വിശുദ്ധ യൗസേ പിതാവ്, ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ വിശുദ്ധ യൗസേ പിതാവ് ഇതാ തൻ്റെ തളിർത്ത വടി അത് വീശി നമുക്ക് വേണ്ട സ്നേഹവാത്സല്യം പകരുന്ന വിശുദ്ധ യൗസേ പിതാവ്. പ്രിയമുള്ളവരെ, ഇനിയും നമുക്ക് കാണേണ്ടതുണ്ട് വിശുദ്ധ മിഖായേൽ, സ്വർഗീയ ദൂതൻ. വിശുദ്ധ മിഖായേൽ ഇതാ തൻ്റെ നീതിയുടെ തുലാസമായി നമുക്ക് വിശുദ്ധ മിഖായേലിൽ നിന്ന് പരിചയപ്പെടാം. ഇതാണ് വിശുദ്ധ മിഖായേൽ, സ്വർഗീയ സൈന്യാധിപൻ. അറിയണം നമ്മുടെ കുഞ്ഞുമക്കൾ, അവര് ഈ വേഷഭൂഷാദികൾ അവരുടെ ഹൃദയങ്ങളിൽ ഉണരണം. ഇത് വിശുദ്ധ മിഖായേൽ. ഇനി നമുക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്ക് ദൂതുമായി വന്ന മാലാഖ, ആ മാലാഖയെ നമ്മളിപ്പോൾ കാണുകയാണ്. ഇതാ കരങ്ങൾ വീശി സ്നേഹമാലാഖ നമുക്ക് സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നു കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഇതാ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുവൻ. ഇതാ സ്നാപകൻ തൻ്റെ വടി ഉയർത്തി ഇതാ നമുക്ക് ഇതാ സ്നേഹ വാഗ്ദാനം അല്ലെങ്കിൽ സ്നേഹ സന്ദേശം. അണലി സന്തതികളെ എന്ന് വിളിച്ചില്ലേ, ഇതാ സ്നാപകൻ. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധ പൗലോസിനെയാണ്. വിശുദ്ധ പൗലോസ് ഇതാ തൻ്റെ സ്നേഹസാക്ഷ്യം, തൻ്റെ കർത്താവിന് വേണ്ടി ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു വസിക്കുന്നു. അതെ, വിശുദ്ധ പൗലോസ് ലീഹ. വീണ്ടും നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ, വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ജോവാൻ ഓഫ് ആർക്കിനെ നമ്മൾ കാണുകയാണ്. ഇതാ തൻ്റെ വാൾ ഉയർത്തി ധീരതയോടെ സഭയിൽ ഉണർന്ന ഒരു വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. നമ്മൾ വിശുദ്ധ ക്ലാരപുണ്യവതിയെ പരിചയപ്പെടുകയാണ്. ഇനി വിശുദ്ധ ക്ലാരപുണ്യവതി. വിശുദ്ധ ക്ലാരപുണ്യവതി ദിവ്യകാരുണ്യം. അക്രമികൾ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ ഉയർത്തി അരുളിക്ക അതിൽ ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യം അക്രമികളെ ഇതാ തെറിപ്പിച്ചു കളഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ലോക ദുഷ്ടാന്തകാരികളെ ശക്തിയെ ദൂരെ അകറ്റുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാണ് ക്രിസ്തീയ ജീവിത കേന്ദ്രബിന്ദു. ക്ലാരപുണ്യവതി അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ കാണുകയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഡൊമിനിക് സാവിയോ പാപത്തേക്കാൾ മരണമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ കുഞ്ഞു വിശുദ്ധൻ നമുക്കൊരു വെല്ലുവിളിയായി മാറുകയാണ്. കണ്ടോ, വിശുദ്ധ ഡൊമിനിക് സാവിയോ കുഞ്ഞുനാൾ മുതലേ അൾത്താരയെ സ്നേഹിച്ച വിശുദ്ധൻ. ഈ വിശുദ്ധരൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വലിയ സാക്ഷ്യമായി മാറണം. വീണ്ടും നമ്മൾ കാണുകയാണ് അലോഷ്യസ് ഗോൺസാഗ. അലോഷ്യസ് ഇതാ തൻ്റെ ക്രൂശിത രൂപത്തെ ഉയർത്തി സാക്ഷ്യം നൽകുന്ന അലോഷ്യസിന് പരിചയപ്പെടുന്നു. നമ്മൾ ഈ ക്രൂശിതനാണ്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ഈ ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ, ധീരരായ വിശുദ്ധന് മുഴുവൻ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ജീവിത സാക്ഷ്യം നൽകി ശക്തി സ്വീകരിച്ചു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധ മരിയ ഗൊരേത്തിയാണ്. അതെ, വിശുദ്ധി എന്താണെന്ന് നമ്മുടെ ബാലകൗമാര യൗവനങ്ങളെ ധീരമായി പരിചയപ്പെടുത്തിയ വിശുദ്ധ മരിയ ഗൊരേത്തി തന്നെ ഉപദ്രവിക്കാൻ വന്ന അലക്സാണ്ടറിനോട് പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞ,
എൻ്റെ ശരീരം ഈശോയ്ക്ക് വേണ്ടിയുള്ളതാ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്ക് വിളിച്ച് കർത്താവിന് സാക്ഷ്യം നൽകിയ വിശുദ്ധ മരിയ ഗൗരവത്തിയെ നമ്മൾ കണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ ഇതെല്ലാം പച്ച പിടിക്കട്ടെ പ്രിയമുള്ളവരെ. ഇനി നമ്മൾ കാണുന്നു വിശുദ്ധ എലിസബത്ത്, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്. ഇതാ ഇവിടെയുണ്ട്. പുഞ്ചിരിയോടുകൂടി എലിസബത്ത് കരങ്ങൾ വീശി നമുക്ക് ഇതാ സ്നേഹത്തിൻ്റെ സന്ദേശം തരി. കണ്ടോ, എത്രയോ മനോഹരമായ പുഞ്ചിരിയോടുകൂടിയാണ് ആ എലിസബത്ത് ഇന്നും ജീവിക്കുന്ന സാക്ഷ്യമായി നമുക്ക് ഉണരുന്നത്. ഇത് നമ്മുടെ ബാലകൗമാര യൗവനങ്ങൾക്ക് വെല്ലുവിളിയായി മാറണം. ഇതാണ് നമുക്ക് ആവശ്യം. അതേ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കാണുന്നത് വിശുദ്ധ അന്തോനി പാതുവായിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച, ഉണ്ണീശോയെ കരങ്ങളിൽ വഹിച്ച വിശുദ്ധ അന്തോനി ഇതാ തൻ്റെ കരങ്ങളിലെ പൂക്കൾ വിരിച്ച് പിടിച്ച് ഇതാ ഉയർത്തിയാട്ടി നമുക്ക് സാക്ഷ്യം നൽകുന്നു. അന്തോനിയോടുള്ള നൊവേനകൾ എത്രയോ പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ. അതെ, തൻ്റെ നാവ് അഴുകാത്ത നാവുമായി കർത്താവിൻ്റെ സാക്ഷ്യം നൽകിയ ആ അന്തോനി നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ വലിയ അനുഭവമാകണം, അഭിഷേകമാകണം, അഭിമാനമാകണം. തുടർന്ന് വരുന്ന പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ കാണുകയാണ് വിശുദ്ധ മദർ തെരേസ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തെയും പരിശുദ്ധ അമ്മയെയും ഏറെ സ്നേഹിച്ചുകൊണ്ട് കുഷ്ഠരോഗികളിൽ വിപ്ലവാത്മകമായ തൻ്റെ സേവനം കാണിച്ചു വെച്ച ജീവിച്ചിരുന്ന വിശുദ്ധ മദർ തെരേസയെ നമ്മളൊന്ന് സൂം ചെയ്ത് കാണുകയാണ്. നമുക്ക് ഇത് മദർ തെരേസ. ഒന്ന് കരങ്ങൾ വീശി മദർ തെരേസ അമ്മേ, ഒന്ന് കരങ്ങൾ വീശി ഞങ്ങൾക്ക് ഒരു സ്നേഹത്തിൻ്റെ ആ ജപമാല ഉയർത്തുന്ന കരങ്ങൾ ഉയർത്തിയാൽ ഞങ്ങൾക്ക് അത് ഒരു ജപമാല രാജ്ഞിയുടെ സ്നേഹ സന്ദേശമായി മാറും. ഒത്തിരി സന്തോഷം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഈ അമ്മ എപ്പോഴും സാക്ഷ്യമാകട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രേക്ഷിത മധ്യസ്ഥയായി ലോകത്തിന് അതിർത്തികളോളം നന്മയുടെ സാക്ഷ്യം നൽകിയ കൊച്ചു ത്രേസ്യ ക്രൂശിത രൂപനെ ഉയർത്തി ഇതാ നമ്മളോട് പറയുന്നു, ഈ ക്രൂശിലേക്ക് നോക്കുക, എൻ്റെ എളിയ ജീവിതത്തിലേക്ക് നോക്കുക, ചെറുമയിൽ നിന്ന് വലിമ കാണിച്ചു തന്ന കൊച്ചു ത്രേസ്യ. പ്രിയമുള്ളവരെ, ഈ കൊച്ചു ത്രേസ്യ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നറുനിലാവാണ്. നമ്മുടെ കൊച്ചു ത്രേസ്യയോട് പ്രാർത്ഥിക്കാം. പ്രേക്ഷിത ധന്യയായ കൊച്ചു ത്രേസ്യ, പ്രത്യേകിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗ് പ്ലാറ്റിനം ജൂബിലി കൊച്ചു കേരളത്തിൽ ഉദ്ഘോഷിക്കുമ്പോൾ നമുക്ക് ഉണരാം. പ്രേക്ഷിത ചൈതന്യത്തിൽ ഉണർന്നു മുന്നേറുവാൻ കൊച്ചു ത്രേസ്യ നമുക്ക് ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ് വിശുദ്ധ അൽഫോൻസ. ഏറ്റവും ധീരതയോടെ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായി ഭരണഗാനത്തിൻ്റെ നറുസൂനമായി ഉണർന്ന ഇതാ ഈ അൽഫോൻസാമ്മ. ഈ ജപമാല മാസത്തിൽ നമുക്ക് ജപമാലയുടെ ഒരു സാക്ഷ്യം കൂടി. അൽഫോൻസാമ്മയെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾക്ക് ആ ജപമാലയൊന്ന് ഉയർത്തി, ആ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് ഉയർത്തി ഞങ്ങൾക്ക് ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവം. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അനുഭവവും അലങ്കാരവും ദൈവിക ജ്ഞാനത്തിൻ്റെ ഉറവിടവുമായി മാറുവാൻ നമ്മൾ ഓരോ മാതാപിതാക്കളും പരിശ്രമിക്കണം. കാലഘട്ടത്തിൻ്റെ ഗതിവിഗതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സ്വർഗീയ ജ്ഞാനം സ്വീകരിക്കുവാൻ ഇതാ അൽഫോൻസാമ്മ നമുക്ക് സാക്ഷ്യം നൽകുകയാണ്. ഇന്ന് നമ്മൾ വീണ്ടും കാണുന്നത് വിശുദ്ധ സിസിലിയ. അതെ, സിസിലിയ തൻ്റെ തമ്പുരുമീട്ടി ദൈവത്തെ സ്തുതിച്ച് പാടി സകല വിശുദ്ധരുടെയും മധ്യേ വളരെ പ്രശോഭിതമായി ദേവാലയ സംഗീതരുടെ മധ്യസ്ഥരായി മാറിയ വിശുദ്ധ സിസിലിയ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനർഗളം ദൈവസ്തുതി ഗീതികൾ പാടിക്കൊണ്ട് വിശുദ്ധ സിസിലി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. ഇങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളുടെ കഴിവുകളെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉണരണം. പാടി പ്രകീർത്തിക്കുവാൻ, തന്ത്രികൾ മീട്ടുവാൻ, ദൈവത്തിന് പ്രഘോഷിക്കുവാൻ എല്ലാം അതിന് സാക്ഷ്യം വഹിക്കുന്ന സിസിലി നമുക്കെപ്പോഴും നല്ല മാതൃകയാണ്. ഇനി നമ്മൾ കാണുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഈ സൈബർ കാലഘട്ടത്തിൻ്റെ വിപ്ലവാത്മകമായ സാക്ഷ്യം നൽകിയ വിശുദ്ധ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ്. ഇതാ കാർലോ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ആധുനിക മാധ്യമങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അത് തിന്മയ്ക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ ചിന്തയും ഭാവനയും ബുദ്ധിയും നമ്മുടെ കുഞ്ഞുമക്കൾ, പ്രത്യേകിച്ച് കാർലോ, വെല്ലുവിളിയായി മാറുന്ന പ്രിയമുള്ളവരെ. ഈ തിന്മയുടെ ആഴങ്ങളിൽ നാശകരമായ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ തളർന്നുലയുന്ന യുവത്വങ്ങൾക്ക് മാതൃകയായി നമ്മുടെ കാർലോ നിലകൊള്ളുമ്പോൾ നമ്മുടെ എല്ലാ യുവത്വങ്ങളും ബാലകൗമാര യൗവനങ്ങളും ഈ കാർലോയോട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കേണ്ടതില്ലേ, ചിന്തിക്കേണ്ടതുണ്ട്. ഇനി വിശുദ്ധ ജോൺ പോൾ പാപ്പ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ എവിടെ? നമ്മുടെ ജോൺ പോൾ പാപ്പ ഇവിടെയുണ്ട്. കരങ്ങൾ ഉയർത്തി പാപ്പ, കരങ്ങൾ ഉയർത്തി വീശുക. ഇതാ ലോകത്തിന് നന്മയുടെ സാക്ഷ്യം നൽകി സ്നേഹത്തിന്റെ നിലാവ് പരത്തിയ പരിശുദ്ധ അമ്മയെ ഞാൻ മുഴുവൻ അമ്മയുടേതാണെന്ന് പറഞ്ഞ് ലോകത്തിന് തന്നെ സാക്ഷ്യപ്പെടുത്തിയ, അമ്മയ്ക്ക് വേണ്ടി ജപമാല ഭക്തിയുടെ ആഴങ്ങൾ കുറിച്ച, ദിവ്യകാരുണ്യത്തിന്റെ ഉറവിടം നന്മയുടെ സാക്ഷ്യമായും പകർത്തിയ ജോൺ പോൾ പാപ്പ നമുക്ക് നന്മയുടെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കാണുകയാണ് വിശുദ്ധ പാട്രിക്. അതെ, അയർലൻഡിൻ്റെ എവിടെ പാട്രിക്?
ആ പാട്രിക്ക് തൻ്റെ ഇതാ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്ന് വീശി, പാട്രിക്ക്, വിശുദ്ധ പാട്രിക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് എല്ലാ മനസ്സുകളും പ്രാർത്ഥിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു വലിയ നന്മയുടെ രാത്രിയല്ല ഇത്. ഹോളി വെയിൻ മക്കളെല്ലാം ഒരുമിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇനി നമ്മൾക്കറിയാം, വിശുദ്ധ ഫിലോമിന, വളരെ നന്മയുടെ സാക്ഷ്യം നൽകിയ ഫിലോമിനയെ നമ്മൾ പരിചയപ്പെടുകയാണ്. എവിടെ? ഫിലോമിന ഒന്ന് കരങ്ങൾ ഉയർത്തി വീശി ആ പുഷ്പങ്ങളൊക്കെ ഒന്ന് അലങ്കൃതമാക്കി. അതെ, വിശുദ്ധ ഫിലോമിന നമുക്ക് ഇതാ നമ്മുടെ മധ്യേ. പ്രിയമുള്ളവരെ, ഓരോ കുഞ്ഞു ഹൃദയങ്ങളിലും ഫിലോമിന നന്മയുടെ നറുസുഗന്ധം പകരത്തുന്ന ഇത് നറുസൂനങ്ങളായി ഉണരട്ടെ. ഇനിയുണ്ട് ഭാരതത്തിൻ്റെ ഇതാ വിശുദ്ധൻ, കേരളത്തിൻ്റെ കൈനകരിയുടെ പുണ്യം, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇതാ കരങ്ങൾ ഉയർത്തി വീശി നമ്മുടെ കൊച്ചു കേരളത്തെ നന്മയുടെ സാക്ഷ്യം നൽകി. അതെ, അന്ധകാര നിബിഡമായിരുന്ന, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും മറ്റനീതികളും അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പുരോഗമനത്തിൽ നന്മയുടെ സാക്ഷ്യം നൽകി ഈശോയോട് ചേർന്നിരുന്ന വളർന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് പറഞ്ഞില്ലേ, ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് സംലഭ്യമായ വരപ്രസാദം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. അതേ പ്രിയമുള്ളവരെ, എല്ലാ വിശുദ്ധരും നമുക്ക് നന്മയുടെ സാക്ഷ്യം നൽകുകയാണ്.